അപ്പൊ നാളെ റെസ്റ്റ്, മറ്റന്നാ വർഗീസ് വൈദ്യന്റെ വീടിന്റെ തട്ടടിക്കാൻ തുടങ്ങും. വർഗീസ് വൈദ്യൻ തട്ടടിച്ചോട്ടെ, ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ അങ്ങോട്ടില്ല. പ്രേമ ചതിക്കല്ലേ, നിന്നൊരാളെ വിശ്വസിച്ചിട്ടാ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കാതിരിക്കട്ടെ. മാഷേ, മാഷേ, ബാലം മാഷേ. എന്താ പ്രേമ, അച്ഛൻ ഉറങ്ങിപ്പോയോ? ആ, എവിടെ? ഇത് എന്നെ പറ്റിക്കാനുള്ള ഒരു നമ്പറല്ലേ? പണിത്തിരക്കാരൻ ഞാൻ ഇന്നലെ വന്നില്ലല്ലോ, അതിന് എന്നോടുള്ള പിണക്കമാ. പിണക്കോ ഇല്ല, ഒരു മണ്ണാങ്കട്ടേ ഇല്ല. ആ കേട്ടല്ലോ, എന്റെ അച്ഛൻ എന്നോട് പിണങ്ങൊന്നുമില്ല. ഓ കേട്ടേ. സർക്കാർ ഓഫീസിലെ ഒരു പ്യൂണിന്റെ വീടാ. ഇന്നത്തോടെ അയാളുടെ ലീവ് കഴിയും. രാത്രിയും കൂടെ നിന്ന് അതൊന്ന് തീർത്തു കൊടുക്കാൻ പറഞ്ഞ എങ്ങനെ പറ്റില്ല എന്ന് പറയാം. എന്നാട്ടെ. എന്നിട്ടും ഞാൻ ആ മണികണ്ഠൻ ആശാരിയോട് പറഞ്ഞു നോക്കി. എന്നെയും കാത്തൊരു പാവ അച്ഛൻകുട്ടി അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചെന്നില്ലെങ്കിൽ വിഷമിക്കുന്നൊക്കെ. അയാൾക്ക് അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്കേ അയാൾക്ക് വെളിച്ചത്ത് ചോറ് കൊടുത്ത് ഇരുട്ടത്ത് കിടത്തി ഉറക്കാം. അതാ കുമാരി ഉണ്ടോന്ന് വെച്ച മീൻകറിയാ. കുളിച്ചൊന്ന് നീ വേണമെങ്കിൽ കഴിച്ചോ. വെറുതെ 23 രൂപ കളഞ്ഞു. എങ്ങനെ? വരുന്ന വഴിക്കേ തട്ടുദോശയും ബീഫും കഴിച്ചു. മീൻ എന്തായാലും നാളത്തേക്ക് എടുക്കാം. കയ്യിൽ തൈലം പുരട്ടിയോ? ഓ, ഇനിയിപ്പോ തൈലവും കുഴപ്പമൊന്നും വേണ്ട. ഇതൊന്നും ഇനി നേരെ തൈലം 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 തൈലം. കഭി കഭി മേരെ ദിൽ മേ ആയാ ഇതെന്താ അച്ഛനും മോനും കൂടി ഗാനമേള? ഞാൻ പോയിട്ട് ഒരു മൈക്ക് സെറ്റ് കൂടെ കൊണ്ടുവരട്ടെ. കേറുവാ കുഞ്ഞൂട്ടാ. അല്ല, കുഞ്ഞൂട്ടേട്ടൻ ഇതെപ്പോ എത്തി? ഞങ്ങൾ ഇന്നലെ വന്നു. ഞങ്ങളെന്ന് പറയുമ്പോ വിലാസിനും കുട്ടികളും ഉണ്ടേ. അപ്പൊ തട്ടുകട അത് അവസാനിപ്പിച്ച അതൊന്നും ശരിയാവില്ല. മണികണ്ഠൻ ആശാരിയുടെ കൊറേ കാശും കൂടെ പോയി കിട്ടിയെന്നർത്ഥം. എങ്ങനെ? അല്ല, കഴിഞ്ഞ വരവനെ അളിയന്റെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ടും കൊണ്ടാ മൂപ്പര് പോയത് തട്ടുകട തുടങ്ങാൻ. അതെന്താ ഇത്ര പറയാനുള്ളത്? അയാൾ പെങ്ങൾക്കും കുട്ടികളും വേണ്ടി തന്നെയല്ലേ. അല്ലെങ്കിലും ഈ ഉളി പിടിച്ച ശീലിച്ച നമുക്ക് ഈ തട്ടുകട നേരെ പോരാണ്. നമുക്ക് നമ്മളതായ സ്റ്റാറ്റസ് ഒക്കെ ഇല്ലേ. അതുകൊണ്ട് ഇനി ഈ നാട്ടിൽ തന്നെ കൂടാനാണ് എന്റെ പ്ലാൻ. അതിന് പ്രേമന്റെ സപ്പോർട്ട് എനിക്ക് വേണം. സപ്പോർട്ടോ? എന്ത് സപ്പോർട്ട്? എന്റെ പൊന്നു പ്രേമ, ധർമ്മസങ്കടത്തിലാണ് ഞാൻ. ബേപ്പൂർ പോയൊന്ന് അന്വേഷിച്ചു നോക്ക്. എന്നെ വെല്ലാൻ ഇനിയൊരു ആശാരി അവിടെ ജനിച്ചിട്ടില്ല. ഉരു കണ്ടുണ്ട് മാഷെ, ഉരു. ഈ അറബികൾ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കി ഉണ്ടാക്കി കൊണ്ടുപോകുന്ന സാധനം, അതിന്റെ എക്സ്പെർട്ടാണ് ഞാൻ. കുഞ്ഞൂട്ടന്റെ ഉളി തൊട്ടാൽ ഉരുവിന് പൊന്നിന്റെ മാറ്റാണ് ബേപ്പൂർ ഇപ്പോഴും പാട്ടാ. അതെന്താ ചിരിച്ചേ? വിശ്വസിച്ച് ഒരു പണി ഏൽപ്പിക്കാൻ പറ്റാത്ത ആളാണെന്നാ മണികണ്ഠൻ ചേട്ടൻ പറയാറ്. വിശ്വസിച്ച് എന്ത് പണിയാണ് അയാൾ എന്നെ ഏൽപ്പിച്ചേ? മാഷക്കറിയോ, ഈ പ്രേമന് ഒറ്റ ഒരുത്തന് ഒപ്പമുള്ളതുകൊണ്ടാണ് അയാൾ ആൾക്കാർ പണിക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ചാലും നീ ഒന്ന് വരണം. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും, ഉറപ്പാ. പിന്നെ ഈ ഭാര്യ വീട്ടുകാർ ഓശാരത്തിലൊന്നും കഴിയേണ്ട ആവശ്യമില്ലല്ലോ. പ്രേമ, ഞാൻ വരാം. മതി. പക്ഷെ കുഞ്ഞുകൂട്ടേട്ടൻ ഒരു കാര്യം ചെയ്യണം. ചെയ്ത് കഴിഞ്ഞു. കാര്യം എന്താ? എന്നെ മണികണ്ഠൻ ചേട്ടനെ തമ്മില് ഒന്ന് തെറ്റിക്കണം. എന്ത് നിപ്പാടാ നിക്കണത്? മണി 8 ദാ ചോറ് മുഴുവൻ ഉണ്ണണം. മോളത്തെ തട്ടില് മീൻകറിയാ, മറിഞ്ഞു പോവാണ്ട് നോക്കുക. കോഴിമുട്ട പുഴുങ്ങിയതോ? ഓ, അത് ചോറിനകത്ത് പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. ഒരുക്കം കണ്ടാ തോന്നും കളക്ടർ ഉദ്യോഗത്തിനാ പോണേന്ന്. എന്തായാലും നിങ്ങളെ പോലെ മരപ്പൊടിയും വേർപ്പോവാത്ത ജോലിയല്ലേ. എടേ, ഇവൻ ഒരു മാസം എസ്റ്റിഡി ബൂത്തിൽ ചെന്നിരുന്ന കിട്ടുന്ന കാശ് 2 ദിവസം കൊണ്ട് ഞാൻ ആ മരപ്പൊടി ഉണ്ടാക്കും. എന്തായാലും പണി ആശാരിപ്പണി തന്നെയാണല്ലോ. നീ വൈകിന്റെ ചക്ക. ഡാഡി ഇനി ഇതുമ്മ പിടിച്ച് കറിക്കോളും. ടാറ്റാ മമ്മി. ബൈ ബൈ. അതെന്തിനാ എടുത്തു വെക്കണേ? കുഞ്ഞൂട്ടേട്ടനാ. ഇത് മുഴുവനോ? കാലത്ത് വയറ് നിറച്ച് കഴിച്ചില്ലെങ്കിലേ മൂപ്പർക്കൊരു പരവേശ. അപ്പൊ മണിയേട്ടിന് ഞാൻ എന്തെടുത്ത് കൊടുക്കും? അമ്മ, എനിക്ക് ഇഡ്ലി. എനിക്കും. നിന്റെ പാത്രത്തിലുള്ളത് തീർന്നിട്ടില്ലല്ലോ. തീരുമ്പോഴത്തേക്കാ. വിലാസിനെ ആലയം എണീക്കാൻ ലേറ്റ് ആയോ? വിലാസ്, ചായ എടുത്തോ. പാൽ ഇച്ചിരി കൂടിപ്പോയോന്നൊരു സംശയം. സാരല്ല, പാലല്ലേ. എന്തൊക്കെയാ കുഞ്ഞുകുട്ടന്റെ പരിപാടി? ആദ്യം എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ ഒരു കുളി, പിന്നെ ഭക്ഷണം കഴിഞ്ഞ് ഇവിടെ സ്കൂൾ വരെ ഒന്ന് പോണം. കുട്ടികളെ ഇവിടെ തന്നെ ചേർക്കാൻ പറ്റുമോ നോക്കണേ. തിരിച്ചു വന്ന് ഊണ് കഴിച്ച് സുഖമായിട്ടൊരു ഉറക്കം. എന്തേ? അത് ഇന്നത്തെ പരിപാടി. ചോദിച്ചത് അതല്ല. അല്ല, ഞങ്ങൾ ഇനി എന്നും ഇവിടെ തന്നെ കാണുവേ. സ്വന്തം ഭാര്യ വീടിന്ന് കുളിച്ചുകൊണ്ട് ജീവിക്കാന്ന് പറഞ്ഞ അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അളിയ. ആ സുഖം ഇനി ഇവിടെ നടപ്പില്ല അളിയ. അധ്വാനിച്ച് സ്വന്തം കുടുംബം നോക്കാൻ പറ്റാത്ത ഒരു കല്യാണം കഴിക്കാൻ പാടില്ല, മനസ്സിലായ? ആ വർത്താനം പറയരുത്. അളിയനേക്കാൾ മുമ്പ് ഉളിയും കൊട്ടോടും കണ്ടോനാണ് ഞാൻ. വേണി ബേപ്പൂർ ചെന്ന് അന്വേഷിച്ചോക്കെ കുഞ്ഞോട്ടിന് ആരാന്ന്. അതിനെന്തിനാ ബേപ്പൂർ വരെ പോണേ?
ചെരുപ്പ് കടക്കാരൻ ജോർജിന്റെ മേശ പണിത് ആരാ? അതെങ്ങനെ പട്ടിക്കൂടായത്? ഗൾഫുകാരൻ സുബൈറിന്റെ ഉമ്മയ്ക്ക് കട്ടിലുണ്ടാക്കിയിട്ട് ആദ്യത്തെ കിടപ്പിൽ തന്നെ കട്ടിലൊടിഞ്ഞ് ആ തള്ള കിടപ്പിലായില്ലേ? അലമാരി പണിത കോഴിക്കോട്, കോഴിക്കോട് പണിത എലിപ്പെട്ടി. എന്ത് പറഞ്ഞാലും ഒരു ബേപ്പൂര്. ഇനി ബേപ്പൂര് എന്ന് പറഞ്ഞാൽ ആ ബേപ്പൂര് ഞാൻ കത്തി. ബേപ്പൂരിനെ പറ്റി പറയാനല്ലോ, ബേപ്പൂരിന്റെ ചോറ. ബേപ്പൂർ നിന്റെ ചോറ് ഞാൻ ഒന്ന് ശരിയാക്കി തരാം. അമ്മേ നീ അച്ഛനും മാമനും തല്ലോടി കളിക്കുന്നേ. നീ എന്റെ നേരെ കയ്യൊന്നും അല്ല. കയ്യല്ലല്ലോ, ഞാൻ കാലോങ്ങും. നീ വരയുമ്പോ നീ മനസ്സിലായില്ല. ചെയ്യല്ലേ? ഇവൾ കിട്ടാൻ രണ്ട് കൊടുക്കണ്ടേ? അമ്മേ ഞാൻ പറഞ്ഞതാ ഇവന്റെ കൂടെ പോവരുത്. എന്താണ് രണ്ട് പിള്ളേരായില്ലേ? രണ്ട് പിള്ളേരെ കുഞ്ഞുട്ടേടാ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം. ഇനി വന്നേ, ഇനി വന്നേ. നീ എന്റെ നേരെ കയ്യൊന്നും നിങ്ങൾ അല്ല. എന്താ ഈ കാണിക്കുന്നേ? അയാൾക്ക് വിവരമില്ലാതായി പോയി വിട്ടി. എല്ലാവർക്കും മണികണ്ഠൻ ചേട്ടനെ പോലെ വിവരം ഉണ്ടാവോ? ഇയാളിത് ഇന്നും ഇന്നലെയും ഒരു മിനിറ്റ് ഒന്ന് ശാന്തനാവൂ, ശാന്തനാവൂ. നിങ്ങളൊന്ന് അകത്തേറിപ്പോയി. എന്താണ് ഇന്നലെ പറഞ്ഞതൊക്കെ മറന്നുപോയോ? ഞങ്ങളുടെ കൂടെ കുഞ്ഞുകുട്ടേട്ടനെ കൂട്ടാനുള്ള പദ്ധതി ഒപ്പിച്ചു വരികയല്ലേ ഞാൻ. അതിനിടയിൽ ഒരു മിനിറ്റ് ശാന്തനാകും. അത് അവനോട് അവിടെ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതിനിങ്ങനെ തല്ലുകൂടുകയാണ് വേണ്ടത്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ. പൂന്താനം പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഒരാള് ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവര് പെരുമാറണമെന്ന് നിർബന്ധം പഠിക്കാൻ പറ്റുമോ? അല്ല, അതുകൊണ്ടൊരു കോംപ്രമൈസ്. നാളെ മുതൽ കുഞ്ഞുകുട്ടേട്ടനും നമ്മുടെ കൂടെ പണിക്ക് വരുന്നു. അയ്യോ മിണ്ടരുത്. നമ്മളൊക്കെ ഒന്നല്ലേ മണികണ്ഠൻ ചേട്ടാ? ഞാനില്ലേ കൂടെ? ഓക്കെ, 1 2 3. അയ്യോ, ഈ കട്ടിലപ്പടി നീളം ചേരുന്നില്ലല്ലോ. അളവ് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആയിരുന്നല്ലോ. എവിടെ പഠിക്കും ചേരുന്നില്ല, കാലിനും ചേരുന്നില്ല. അയ്യോ ഇതെന്തിനാ മുറിച്ചേ? താഴത്തെ പടിക്ക് ഈ നീളം പോരെ? താഴത്തെ മുകളിലെയും പണി കഴിച്ചു വെച്ചതല്ലേ, ഇത് സൈഡിലേക്കുള്ളതല്ലേ? എന്നാ പിന്നെ അത് എന്നോട് പറയണ്ടേ? പ്രേമ അളന്നു വെച്ച കട്ട്ല 2 കഷ്ണാക്കി. സംശയമുണ്ട്, ആരെങ്കിലും ചോദിച്ചൂടെ കുഞ്ഞുട്ടേട്ടാ? എനിക്ക് സംശയമില്ലല്ലോ, ഇത് താഴത്തെ പടിയാണെന്നല്ലേ എന്റെ ധാരണ. ഉടമസ്ഥം വരുമ്പോ ഞാൻ എന്താ പറയാ എന്റെ ഭഗവാനെ? അയ്യോ, ഞങ്ങള് ബേപ്പൂരി ഉരുവിന്റെ പണിയെടുക്കുമ്പോ അടി പരത്താനുള്ള പലകല്ലേ? ബേപ്പൂരിനെ പറ്റി ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ, എന്നിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. കുഞ്ഞുട്ടേട്ടാ ഇങ്ങോട്ട് വന്നേ. ഇങ്ങ് വാ. പോയി 4 ചായ വാങ്ങിച്ചോടാ, ഒന്ന് പഞ്ചാര ഇടാതെ. അലിയനല്ലേ? മനസ്സിലായി. നിന്നെ ഞാൻ ആ. നീ ഒറ്റ ഒരുത്തനാ ഈ പോട്ടെ. അല്ല ഇത് ആര്? മണിയുണ്ടോ? മരപ്പണിയൊക്കെ തുടങ്ങിയെന്ന് വൈഫ് പറഞ്ഞായിരുന്നു. ഞാൻ ഇന്നലെ രാത്രിയിലാ വന്ന കേട്ടോ. തോട്ടത്തിലായിരുന്നേ. താനാണ് പണിക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല. സാറ് സ്ഥലത്തില്ലാന്ന് അറിഞ്ഞു, അതുകൊണ്ട് ഞാനും പിന്നെ അങ്ങോട്ട് കേറിയില്ല. ഒക്കെ പുതിയ ആൾക്കാരാണല്ലോ. നമ്മുടെ മീശ ഇപ്പൊ കൂടെ ഇല്ലേ? അരവിന്ദൻ ആള് ഗൾഫിലാ. ഇത് ഞാൻ കൊടുത്ത സ്ഥല. അതെനിക്കറിഞ്ഞൂടെ. അയാൾ വാങ്ങുമ്പം വീട് വെക്കാനാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. അതെയോ? എല്ലാവരും തമ്മിൽ അറിയുന്ന ആൾക്കാരല്ലേ. ഇത് വാങ്ങിയ വാസുദേവന്റെ അച്ഛൻ ഇവിടുത്തെ ഡ്രൈവറായിരുന്നു. അതൊക്കെ പഴയ കഥ. മണിയുണ്ടോ? ഓ, നമ്മുടെ ആ കാണുന്ന ചായ്പില്ല, മഴ പെയ്താ അതിന്റെ ചുവരിലൂടെ വെള്ളം കിനിഞ്ഞിറങ്ങുക. അത് ഓട് പൊട്ടിയിട്ടുണ്ടാവും. ഓടൊക്കെ മാറ്റിയതാ. എനിക്ക് തോന്നുന്നത് അതിന്റെ കഴുക്കോല് പൊന്തിച്ച് നിൽക്കുന്നു. താനതൊന്ന് വന്നു നോക്കി ശരിയാക്കി തരണം. വൈകുന്നേരം ഞാൻ ഇവിടുന്ന് പോകുമ്പോ ആ, ഇത് ഇച്ചിരി നേരത്തെ കാര്യമില്ലേ ഉള്ളൂ. എന്നാ പിന്നെ ഉച്ചക്ക് കയറുമ്പോ. ആ, ചെതലുണ്ട്. ഉത്തരത്തിന്റെ ഈ ഭാഗം മുഴുവൻ പോക്കാ. അപ്പൊ മരം കുറച്ചെടുക്കേണ്ടി വരും. എടുക്കാം. നീ ഒന്ന് ഇറങ്ങി നോക്ക് പ്രേമ. ആ എന്താടാ? പേടിക്കണ്ട, ഞാനൊന്നും കണ്ടിട്ടില്ല. എന്താടി ഇവിടെ? തുറക്ക്, വാതിൽ തുറക്കാൻ. നട്ടുച്ചയ്ക്ക് അവളുടെ ഒരു കുളി. അയ്യോ പെങ്ങളെ, അതിനൊന്നും ചെയ്യല്ലേ. ഞാൻ അറിയാതെ ചെതല തട്ടിയപ്പോ ഇത് ഇങ്ങോട്ട് വിളിക്കണതാ. നിക്കാൻ പറഞ്ഞ പണി ചെയ്യില്ല. സുന്ദരിക്കോതയാവുമ്പോ പോവല്ലേ നിക്കാൻ അവിടെ. ഒരു സാധു പെണ്ണാ മാഷേ, അത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ടാണെന്നെങ്കിലും ഓർക്കണ്ടേ, പിടിച്ചു വലിച്ചിട്ട് തല്ലുക കണ്ടിട്ട് ഞാൻ ആകെ വല്ലാതായി പോയി. അവര് തല്ലും, വേണ്ടി വന്നാ കൊല്ലും. ആരെങ്കിലും ചോദിക്കാൻ വരുമോ? പണ്ട് റോയിച്ചൻ സേലത്ത് ബ്രാൻഡിക്കട നടത്തിയിരുന്നപ്പോ വീട്ടു ജോലിക്കാണെന്നും പറഞ്ഞ് ഏതോ ഒരു തമിഴെത്തി കൊണ്ടുകൊടുത്തതാ ഈ പീക്കിരി പെണ്ണിന്. അന്ന് അവൾക്ക് 8 or 10 വയസ്സുണ്ട്.
അപ്പം മരിച്ച് ബിസിനസ് ഒക്കെ നിർത്തി റോയിച്ചൻ ഫാമിലിയോടെ ഇങ്ങോട്ട് പോന്നപ്പോ ഇവിളി ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ ഈ സേലത്ത് ഈ കുട്ടിക്ക് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാവില്ലേ? ഇവറ്റുകൾക്കൊക്കെ എന്ത് ബന്ധുക്കള്? അന്ന് പറഞ്ഞു കേട്ടത് റോയിച്ചൻ ഇതിന് കാശ് കൊടുത്ത് വാങ്ങിച്ചതെന്ന്. ആ അന്നൊക്കെ ബാലവേലയ്ക്കെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടൊന്ന് വിൽക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അങ്ങനത്തെ ചില ഏജന്റുമാരെ എനിക്കറിയാം. നിനക്ക് വേണം ഒരെണ്ണത്തിനെ? എനിക്കെന്തിനാ? അല്ല, വെറുതെ ഇരിക്കട്ടെന്നേ. മാഷക്ക് മിണ്ടാനും പറയാനും അരി വെക്കാനും മുറ്റമടിക്കാനും വീട്ടുവേലയ്ക്ക് ഒരാളുണ്ടെന്ന് പറയുന്നത് ഒരു അന്തസ്സല്ലേ? ഉള്ള അന്തസ്സൊക്കെ മതി. ഇനി മതി, സ്ഥലം വിട്. ഒന്നും ആയിട്ടില്ലാന്ന്. നീ പോയി ഇത്തിരി അച്ചാറെടുത്തു. ഇതെന്താ കള്ള് ഷാപ്പോ? എനിക്ക് അല്ല, ഒരു ചെറുതും കൂടിയും. ചെറുതും വലുതും ഒക്കെ സ്വന്തം വീട്ടിൽ പോയിട്ട് മതി. സ്വന്തം വീട്ടിൽ കുടിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. വിടറാ മാഷേ. മതി മണികട്ടാ, പോയി കിടന്ന് ഉറങ്ങ. എന്നാ ഞാൻ ഒരു പാട്ട് പാടെ. പാടെ. ഒന്നാം ദേവി തിരുദേവി നിനക്കിപ്പൂ തന്നേതാര്? എനിക്കാരും തന്നതല്ല, ഞാൻ ഓടിച്ചു ചൂടിയതല്ല. കെട്ടിച്ചോടി നിന്നെ വാഴിച്ചോടി മതി, നിന്നെ കുട്ടിക്ക് കെട്ടിക്കണ്ട, മോതിരം കെട്ടിക്കണ്ട. തന്നിട്ടില്ലേ? കെട്ടിച്ചോടി നിന്നെ വാഴിച്ചോടി നിന്നെ കുട്ടിക്ക് മോതിരം തന്നിട്ടില്ലേ? ഇത് അതെ പ്രേമചന്ദ്ര, ആ. ഗേറ്റ് അടച്ചേക്കിട്ടാ. ഏ? വല്ല കള്ളുടിയന്മാരും വന്ന് കേറും. ആ.